ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈമെൻഷൻ ടൂളാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു ഡൈമെൻഷൻ കൊടുത്തിട്ടുണ്ട്. 297.06 ആണ് അതിൻ്റെ ഡൈമെൻഷൻ. അത് നമുക്ക് കണ്ട ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ ചരിക്കുകയാണ്, അത് വ്യൂ ചരിക്കുമ്പോഴും 297.06 കൃത്യമായിട്ട് കാണാനുണ്ട്. അപ്പോൾ സ്ക്രീനനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റാവുന്ന വിധത്തിലാണ് അത് കാണുന്നത്. നമുക്ക് എങ്ങനെ ഡൈമെൻഷൻ കൊടുക്കാമെന്ന് നോക്കി നോക്കാം. ആദ്യം ഡൈമെൻഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് ഡയറക്ഷനിലാണ് അത് മാർക്ക് ചെയ്യേണ്ടത്, ഔട്ട് സൈഡിൽ മാർക്ക് ചെയ്യണോ എന്നാൽ അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസൈഡിൽ മാർക്ക് ചെയ്യണോ, എങ്ങനെ വെച്ച് നമുക്ക് ഇഷ്ടാനുസരണം ഡൈമെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമുക്ക് ഒരു എഡ്ജ് സെലക്ട് ചെയ്തിട്ടും ഡൈമെൻഷൻ മാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തു, അതായത് ഈ എഡ്ജ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഒന്ന് വലിച്ചാൽ മതി, മൗസ് വലിച്ചാൽ അത് കിട്ടും. അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഡൈമെൻഷൻ കാണിക്കുക, അങ്ങനെയും കാണിക്കുക. അല്ലെങ്കിൽ എഡ്ജ് സെലക്ട് ആയി നീല നിറം കാണിച്ചു, അപ്പോൾ നമ്മളൊന്ന് വലിച്ചാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എഡ്ജ് സെലക്ട് ചെയ്യാൻ നോക്കുകയാണ്, പക്ഷേ ആവില്ല, കാരണം അത് ഗ്രൂപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റാണ് കണ്ട. അപ്പോൾ ഗ്രൂപ്പ് ചെയ്തതിന് നമുക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ആദ്യം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് നോക്കി വീണ്ടും ഡൈമെൻഷൻ ടൂൾ എടുത്തു. ഒന്നെങ്കിൽ ഇവിടെ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, അങ്ങനെ ഡൈമെൻഷൻ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ എഡ്ജ് കണ്ട, എഡ്ജ് സെലക്ട് ആയി ബ്ലൂ കളർ കാണിച്ചു, നമുക്ക് മൗസിൽ നിന്ന് വലിച്ചാൽ കൃത്യം ഡൈമെൻഷൻ കിട്ടും. ഇനി നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ എസ്കേപ്പ് അടിച്ചു, പുറത്തേക്ക് പോയി. നമുക്ക് സർക്കിളിൻ്റെ ഡൈമെൻഷൻ കിട്ടണമെങ്കിൽ ഡൈമെൻഷൻ അടിച്ചു, സർക്കിളിൻ്റെ എഡ്ജ് സെലക്ട് ചെയ്തു വലിക്കുക, അപ്പോൾ ഡയാമീറ്റർ കാണിക്കുന്നുണ്ട്. ഇനി ഒരു ആർക്കിൻ്റെ ആണെങ്കിൽ ആർക്ക് സെലക്ട് ചെയ്തു വലിക്കുക. ഈ ആർക്കിൻ്റെ രണ്ട് എൻഡിലത്തെ ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു, കണ്ട വലിച്ചു, അപ്പോൾ ആ ഡിസ്റ്റൻസും കിട്ടി. അപ്പോൾ എങ്ങനെ വെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഈ ഒരു ഹോളിൻ്റെ ആണ് ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ അവിടെ നമുക്ക് ഇത് സെലക്ട് ചെയ്തു, അതിനുശേഷം വലിക്കുക, അപ്പോൾ ഡയാമീറ്റർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഡൈമെൻഷൻ മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോസിൽ മോഡൽ ഇൻഫർമേഷനിൽ ഡൈമെൻഷൻസ് നോക്കുക. ഇപ്പോൾ അല്ലാതെ നമുക്ക് അലൈൻ ടു സ്ക്രീനാണ്. അപ്പോൾ നമുക്കിവിടെ സ്ക്രീനിലുള്ള എല്ലാ ഡൈമെൻഷനും സെലക്ട് ചെയ്യാൻ സെലക്ട് ഓൾ ഡൈമെൻഷൻ കൊടുത്താൽ ഇവിടെ ഉള്ള എല്ലാ ഡൈമെൻഷനും സെലക്ട് ആവും. സെലക്ട് ഓൾ ഡൈമെൻഷൻസ്. ഇനി നമുക്കിത് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ അലൈൻ ടു സ്ക്രീനാണ്, നമുക്ക് അലൈൻ ടു ഡൈമെൻഷൻ ലൈൻ ആണെങ്കിൽ അലൈൻ ടു ഡൈമെൻഷൻ ലൈൻ അപ്ഡേറ്റ് സെലക്റ്റഡ് ഡൈമെൻഷൻസ്. ഇപ്പോൾ എല്ലാതും അപ്ഡേറ്റ് ആയി. അതായത് ഇനി ഞാൻ സ്ക്രീൻ ചരിക്കുകയാണെന്ന് വിചാരിക്കുക, സ്ക്രീൻ ചരിക്കുമ്പോൾ നമുക്ക് വൃത്തിയിൽ വായിക്കാൻ പറ്റില്ല എല്ലാ വാല്യൂ. അത് കണ്ട ഈ 200 നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല, അത് സ്ക്രീനനുസരിച്ച് ചെരിയുന്നില്ല. അത് ഡൈമെൻഷൻ അനുസരിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 100ൻ്റെ ഡൈമെൻഷൻ ഈ ലെങ്ത്തിനനുസരിച്ച് എപ്പോഴും നിൽക്കുന്നുണ്ടാവുക, ആ ഒരിക്കലും മാറില്ല. അതേപോലെ 200ൻ്റെ ലെങ്ത്ത് ഈ ഡൈമെൻഷൻ അനുസരിച്ച്, അതായത് ഡൈമെൻഷൻ ലൈന് പാരലായിട്ടാണ് നിൽക്കുക. ഇനി ഞാൻ വീണ്ടും വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുത്തു. ഇപ്പോൾ കണ്ട ഇപ്പോൾ ഡൈമെൻഷൻസ് എബോവ് ലൈനാണ് കിടക്കുന്നത്. അതായത് കണ്ട ഡൈമെൻഷൻസ് മാർക്ക് ചെയ്തത് ആ ലൈനിന് എബോവ് ആണ്. അതിന് സെൻറ്ററായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ സെൻറ്റേർഡ് കൊടുത്തു, അതിനുശേഷം സെലക്ട് ഓൾ ഡൈമെൻഷൻസ് കൊടുത്തു. ഞാനിവിടെ സെൻറ്റേർഡ് കൊടുത്തപ്പോൾ സെലക്ട് ഓൾ ഡൈമെൻഷൻ കൊടുത്തപ്പോൾ ഗ്രൂപ്പിനുള്ളിലത്തെ സെലക്ട് ആയിട്ടില്ല, അപ്പോൾ ഗ്രൂപ്പിന് പുറകുള്ളത് മാത്രമാണ് സെലക്ട് ആവുന്നത്. ഇനി അപ്ഡേറ്റ് കൊടുത്താൽ കണ്ട എല്ലാ വാല്യൂസും സെൻറ്ററിക്കായി. ഈ ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ ആദ്യം ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം വിൻഡോസ് ഓപ്പൺ ആക്കുക, മോഡൽ ഇൻഫർമേഷൻ, ഡൈമെൻഷൻസ്. ഈ സെൻറ്റേർഡ് മാറ്റി നമുക്ക് ഇപ്പോൾ സെൻറ്റേർഡാണ് ഓൾറെഡി, അതിന് എബോവ് ആക്കണമെങ്കിൽ എബോവ്, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, ഗ്രൂപ്പിനുള്ളിലത്തെ എല്ലാ ഡൈമെൻഷനും സെലക്ട് ആയി. ഇനി അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻസ്, ഇപ്പോൾ അല്ലാതും കിട്ടി. ഇനി വീണ്ടും വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുത്തു. ഇപ്പോൾ ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നത് അലൈൻ ടു ഡൈമെൻഷൻ ലൈൻ എന്ന ഓപ്ഷൻ ആകുമ്പോൾ മാത്രമാണ്. ഇനി അലൈൻ ടു സ്ക്രീനാണ് കൊടുക്കുന്നത് വിചാരിക്കുക, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്റ്റഡ് ഡൈമെൻഷൻസ് കൊടുത്താൽ ഇനി നമുക്ക് സ്ക്രീൻ ചരിക്കുന്നതിനനുസരിച്ച് ഇവിടെ മാറാൻ പറ്റും. ഇനി ഇവിടുത്തെ മാറില്ല, ഇവിടെ മറ്റേതാണ് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ മാറ്റണമെങ്കിൽ വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ, അലൈൻ ടു സ്ക്രീൻ, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ്. ഇപ്പോൾ കണ്ട അപ്പോൾ അതും മാറി. ഇനി നമുക്ക് ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ഫോണ്ടാണോ വേണ്ടത് കണ്ട ഇഷ്ടപ്രകാരം ഫോണ്ട് ഉണ്ട്. അതിന് തന്നെ റെഗുലർ വേണോ ബോൾഡ്, ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെങ്കിൽ സ്റ്റൈൽ മാറ്റുക, അതിൻ്റെ വാല്യൂസ് കുറച്ചുകൂടി വാല്യൂ അതേപോലെ ഹൈറ്റ് എന്ത് വേണമെങ്കിലും മാറ്റുക, ടോക്കി കൊടുക്കുക, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് കൊടുത്താൽ കണ്ട വാല്യൂസ് മാറി. ഇനി നമുക്കിപ്പോൾ ഇവിടെ കണ്ട ഡൈമെൻഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത് സ്ലാഷാണ്, അറ്റത്തെ 2 പോയിൻ്റ് ഉണ്ട് സ്ലാഷ്. അത് മാറ്റണമെങ്കിൽ സ്ലാഷ് മാറ്റി ഡോട്ട് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് കണ്ടോ അപ്പോൾ ഡോട്ടഡായി. ഇനി ഡോട്ട് മാറ്റി ക്ലോസ്ഡ് ആരോ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, എല്ലാ ഡൈമെൻഷനും സെലക്ട് ആയി. അതെല്ലാം അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻസ് ആരോ ആയി.
ഈ ക്ലോസ്ഡ് ആരോ മാറ്റി ഓപ്പൺ ആരോ ആക്കണമെങ്കിൽ ഓപ്പൺ ആരോ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്ടഡ് ഡൈമെൻഷൻസ്, ഓപ്പൺ ആരോ ആയി. കണ്ട എല്ലാ വാല്യൂസും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറും ലൈൻ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ ഓപ്പൺ ആരോ മാറ്റി നണ്ണ് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്ടഡ് ഡൈമെൻഷൻ അങ്ങനെ കൊടുത്താൽ കണ്ട ഒന്നും കാണിക്കില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ സ്ലാഷിന് കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്ട് ഡൈമെൻഷൻ കൊടുത്തു, നമുക്ക് പഴയ പോലെ കിട്ടി. ഇനി എക്സ്പേർട്ട് ഡൈമെൻഷൻ സെറ്റിംഗ് കൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ട ഷോ റേഡിയസ് ആൻഡ് ഡയാമീറ്റർ പ്രിഫിക്സ്, അതായത് കണ്ട ഇവിടെ റേഡിയസും ഡയാമീറ്ററിന് മുന്നിൽ 6 കാണിച്ചിട്ടുണ്ട്, ഡയാമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടെങ്കിൽ അത് ടിക്ക് ഓഫ് ചെയ്യുക. ടിക്ക് ഓഫ് ചെയ്തപ്പോൾ അത് പോയി. ഇനി വേണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യുക. ഇനി ഹൈഡ് വെൻ ഫോർ ഷൂട്ടഡ്, അതായത് ചില സ്പെസിഫിക് വ്യൂവിൽ മാത്രമേ നമുക്ക് മൊത്തം ഡയമെൻഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓണാക്കി വിട്ട് കൊടുത്താൽ നമുക്ക് എല്ലാത്തിലും കൊണ്ട് വ്യൂ കാണാൻ പറ്റില്ല. കണ്ട ഇപ്പോൾ ഈ ഡയമീറ്റർ 200 പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ പറ്റില്ല. കണ്ട ചില വ്യൂവിൽ മാത്രമേ അല്ലാതെ കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഹൈഡ് വെൻ ടു സ്മോൾ, അതായത് ഇപ്പോൾ എല്ലാ ഡയമെൻഷനും കാണാനുണ്ട്, വളരെ സൂം ചെയ്തുകൊണ്ട് കാണാനുണ്ട്. ഇനി ഞാൻ വളരെ സൂം ഔട്ട് ചെയ്യണം. കണ്ട വളരെ ദൂരത്തേക്ക് പോയിരിക്കുക. ഇപ്പോൾ കണ്ട അപ്പോൾ ഒറ്റ ഡയമെൻഷനും കാണാനില്ല. ഇനി ഞാൻ വീണ്ടും അതിൻ്റെ സൂം ചെയ്ത് അടുത്തേക്ക് എത്തുമ്പോൾ കണ്ട ഡയമെൻഷൻസ് പ്രത്യക്ഷമാവും. അപ്പോൾ അങ്ങനെ കിട്ടണമെങ്കിൽ ഹൈഡ് വെൻ ടു സ്മോൾ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി അതൊന്നും വേണ്ടെങ്കിൽ ടിക്ക് ഓഫ് ചെയ്യുക. അതേപോലെ ഇതും ചില വ്യൂവിൽ മാത്രം കാണണമെങ്കിൽ ടിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ അതും ടിക്ക് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതും ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് ഡയമെൻഷൻ്റെ കളർ ഇപ്പോൾ ബ്ലാക്ക് കളറാണ്, അത് മാറ്റണമെങ്കിൽ കണ്ട ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് കളറാണോ വേണ്ടത് അവിടേക്ക് ഈ സർക്കിളിൻ്റെ വാല്യൂസ് മാറ്റുക. അതേപോലെ കുറച്ചുകൂടി ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്താൽ സെലക്ട് ഓൾ ഡൈമെൻഷൻസ്, അപ്ഡേറ്റ് സെലക്ടഡ് ഡൈമെൻഷൻ കൊടുത്താൽ നമുക്ക് ആ കളറിലായിരിക്കും ഇനി കാണുക. കണ്ട പച്ച കളർ, പച്ച തീരെ കാണാനില്ല. അപ്പോൾ അത് മാറ്റണമെങ്കിൽ നീല കൊടുക്കണമെങ്കിൽ നീല കൊടുക്കാം. ഓക്കെ കൊടുക്കുക. സെലക്ട് ഓൾ ഡൈമെൻഷൻ, അപ്ഡേറ്റ് സെലക്ടഡ് ഡൈമെൻഷൻ. കണ്ട അപ്പോൾ നീല കളറിൽ തന്നെ കാണിക്കും. അപ്പോൾ സെലക്ട് ഓൾ ഡൈമെൻഷൻ ചെയ്താലും നീല നിറം കാണിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം അത് കൊടുക്കാം. ഞാൻ ബ്ലാക്കിലേക്ക് തന്നെ കൊടുക്കാം. ബ്ലാക്ക് കൊടുത്തു, ഓക്കെ കൊടുത്തു, സെലക്ട് ഓൾ ഡൈമെൻഷൻ, അപ്ഡേറ്റ് സെലക്ടഡ് ഡൈമെൻഷൻ. അപ്പോൾ പഴയ പോലെ കുറച്ചുകൂടി കട്ടിയുള്ള ബ്ലാക്ക് പോലത്തെ ഉണ്ട്, എന്തായാലും വേണ്ടില്ല. ഇനി നമുക്ക് ഇവിടെ കണ്ട 297.06, 193.713, അതായത് പോയിൻറ്റിന് ശേഷം 3 വാല്യൂ വരെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ വിൻഡോസിൽ പോയി മോഡൽ ഇൻഫർമേഷൻ എടുക്കുക. അതിൽ യൂണിറ്റ്സ് എടുക്കുക. ആ യൂണിറ്റ്സിൽ കണ്ട 0.00 3 വാല്യൂ വരെ പ്രിസിഷൻ ഉണ്ട്. അത് 0.00 കൊടുക്കുകയാണെങ്കിൽ കണ്ട 0.1 വാല്യൂ വരെ ഉണ്ടാവുമല്ലോ. 2 വാല്യൂ വരെ വേണമെങ്കിൽ 2 വാല്യൂ വരെ ഉണ്ടാവും. പിന്നെ 3 വാല്യൂ വരെ ആണെങ്കിൽ 3 വാല്യൂ വരെ. അപ്പോൾ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കണ്ട വാല്യൂവിൻ്റെ തൊട്ടപ്പുറത്ത് CM എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓഫാക്കി കൊടുക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓണാക്കി കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഡയമെൻഷനിൽ പഠിക്കാനുള്ളത്.